നമ്മൾ ഈ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് നാട്ടുകാർ പിടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീട്ടുകാർ പിടിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് പിന്നെ അത്യാവശ്യം പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ നിഗമനം. അപ്പൊ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്തോ വലിയ പ്രശ്നങ്ങൾ പ്രകടമായ രീതിയിൽ ഉണ്ടാക്കുന്നവർക്കേ കുഴപ്പങ്ങൾ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ അവരുടെ മേലാണ് മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപം വെള്ളം അടിച്ച് കിടക്കുന്ന ചേട്ടന്മാർ അവരുടെ കഷ്ടകാലം എല്ലാവരും അവരുടെ നെഞ്ചത്ത് കയറും അല്ലേ? ചില ചേട്ടന്മാർ പറയും, ആദ്യമായിട്ടാണോ അച്ഛൻ ഞങ്ങളുടെ സൈഡ് പിടിച്ച് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ സാധാരണ നമുക്ക് എന്തെങ്കിലും പുറമെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പിള്ളേരാരെങ്കിലും അവൻ കഞ്ചാവ് അടിച്ച് കിടക്കുക, മയക്കുമരുന്ന് അടിച്ച് കിടക്കുക, അവൻ്റെ പ്രശ്നക്കാരനായി. അല്ലെങ്കിൽ നാട്ടിലെ പെണ്ണുപടിയും കേസുമായിട്ട് അടുത്ത് നടക്കുക, പിന്നെ പ്രശ്നമായി. അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു മോഷണ ശ്രമത്തിൽ പിടിക്കപ്പെട്ടു, പ്രശ്നമായി. ഇതെല്ലാം പ്രകടമായിട്ടുള്ള കാര്യമാണ്. പ്രകടമായിട്ടുള്ള ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ന്യായമുണ്ട്, പിന്നെ മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടേതായ കുറച്ച് കുറവുകളൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ഒരു ആശ്വാസ വചനമൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് ജീവിച്ചങ്ങോട്ട് പോകാൻ, ഉള്ള കഞ്ഞിയും കുടിച്ച് ജീവിച്ച് പോകാനാണ് നമ്മുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ കുറവുകൾ അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ? എൻ്റെ മുഖത്തൊരു കറുത്ത പാടിരിപ്പുണ്ടെന്ന് വിചാരിക്കൂ, അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി അവിടെ ഇല്ല എന്ന് അർത്ഥമുണ്ടോ? ഞാൻ കണ്ടാലും കണ്ടില്ല, അത് അവിടെ ഇരിപ്പുണ്ട് അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കുറവുകളും നമ്മൾ മനസ്സിലാക്കിയില്ലേ എന്നുള്ളതല്ല, അത് അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാ സത്യം. അങ്ങനെയെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്.